സിവിൽ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവിഷൻ സീരീസ് 27 ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം റിവിഷൻ സീരീസ് എന്ന് പറഞ്ഞാൽ ഓവർസിയർ ഗ്രേഡ് 1 ലെവൽ എക്സാമിൻ്റെ റിവിഷൻ സീരീസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പം ഇറിഗേഷൻ ആണല്ലേ, മൊഡ്യൂൾ 7ലുള്ള ഇറിഗേഷൻ ആണ് നമ്മളിപ്പം റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇറിഗേഷൻ ആണ് നമ്മളിപ്പം റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് ക്ലാസ്സസ് ഓൾറെഡി ഇറിഗേഷൻ്റെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നത്തത് 3ാമത്തെ ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസ്സോട് കൂടിയിട്ട് ഈ ഒരു മൊഡ്യൂൾ 7ൽ നമുക്ക് ഇറിഗേഷനും അതുപോലെ തന്നെ ഹൈഡ്രോളജിയും കൂടെ പറയുന്നുണ്ട് അല്ലേ. അപ്പം ഇന്നത്തെ ക്ലാസ്സോട് കൂടിയിട്ട് നമുക്ക് ഇറിഗേഷൻ എന്നുള്ള ടോപ്പിക് റിവിഷൻ കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഹൈഡ്രോളജീൻ്റെതാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇറിഗേഷനിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഡൈവേർഷൻ ഹെഡ് വർക്കും അതുപോലെ തന്നെ ഡാമുമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കനാലിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സിലബസ് നിങ്ങൾ എല്ലാവരും വായിച്ച് നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ഇറിഗേഷൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം അതിൽ ഡൈവേർഷൻ ഹെഡ് വർക്കിൻ്റെ ഏരിയ ആണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. അതിൽ ഡൈവേർഷൻ ഹെഡ് വർക്കിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഡൈവേർഷൻ വർക്കിൽ വിയർ അതുപോലെ തന്നെ ബാരേജ് എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കാനുണ്ട് അല്ലേ. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഡാംസിലേക്ക് വരുന്ന സമയത്ത് റിജിഡ് ഡാം, നോൺ റിജിഡ് ഡാം, പിന്നെ അതുപോലെ തന്നെ ടൈപ്പ്, ഗ്രാവിറ്റി ഡാം, പിന്നെ അതുപോലെ തന്നെ എലമെൻ്ററി പ്രൊഫൈൽ, പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യങ്ങളും കൂടെ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിൻ്റെ ഏരിയയിലേക്ക് പോവാം അല്ലേ. ക്ലാസ്സിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റ് നമ്മൾ ഡൈവേർഷൻ ഹെഡ് വർക്കാണ് അല്ലേ. ഡൈവേർഷൻ ഹെഡ് വർക്കാണ്. അപ്പം എന്താണ് ഡൈവേർഷൻ ഹെഡ് വർക്ക് അല്ലെങ്കിൽ ഹെഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി ഹൈഡ്രോളിക് സ്ട്രക്ചർ സപ്ലൈസ് വാട്ടർ ടു ദ ഓഫ് ടേക്കിംഗ് കനാൽ അല്ലേ. അപ്പം അതിനാണ് നമ്മൾ ഹെഡ് വർക്ക് എന്ന് പറയുന്നത്. ആ ഒരു ഹെഡ് വർക്കിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? സ്റ്റോറേജ് ഹെഡ് വർക്കും അതുപോലെ തന്നെ ഡൈവേർഷൻ ഹെഡ് വർക്കും. സ്റ്റോറേജ് ഹെഡ് വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് പറയാനുള്ള ഡാം അല്ലേ, അതൊരു സ്റ്റോറേജ് ഹെഡ് വർക്കായിട്ടാണ് കാണുന്നത്. ഡൈവേർഷൻ ഹെഡ് വർക്ക് ആണെങ്കിൽ ഡൈവേർട്ട് ചെയ്യുന്നതിന് അല്ലേ. അപ്പം ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈവേർട്ട് റിക്വയർഡ് സപ്ലൈ ഇൻ ടു കനാൽ ഫ്രം റിവർ അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്ന് പറയുന്നത്. ഡൈവേർഷൻ ഹെഡ് വർക്കിൽ വരുന്നതാണ് വിയർ, ബാരേജ് ഒക്കെ. അപ്പം എന്താണ് ഹെഡ് വർക്ക് എന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് എഴുതാം. ഹെഡ് വർക്ക് അല്ലേ. ഹെഡ് വർക്ക് എന്താണ്? ഹെഡ് വർക്ക് നോക്കുകയാണെങ്കിൽ എനി ഹൈഡ്രോളിക് structure supplies water to the off-taking canal അല്ലേ. off-taking canal. അപ്പം ഇതിനെയാണ് നമ്മൾ ഹെഡ് വർക്ക് എന്ന് പറയുന്നത്. ഹെഡ് വർക്കിൽ വരുന്ന രണ്ടെണ്ണം ഏതായിരുന്നു? ഹെഡ് വർക്കിൽ വരുന്നതാണ് സ്റ്റോറേജ് ഹെഡ് വർക്ക് അല്ലേ. സ്റ്റോറേജ് ഹെഡ് വർക്കും അതുപോലെ തന്നെ ഡൈവേർഷൻ ഹെഡ് വർക്കും. സ്റ്റോറേജ് ഹെഡ് വർക്കിൽ ഡാമിനെ കുറിച്ച് നമുക്ക് പറയാം. പിന്നെ നമുക്ക് ഡൈവേർഷൻ ഹെഡ് വർക്കിലാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈവേർട്ട് റിക്വയർഡ് supply into canal from river അല്ലേ. അപ്പം ഇതിനെയാണ് നമ്മൾ ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്ന് പറയുന്നത്. അപ്പം ഡൈവേർഷൻ ഹെഡ് വർക്കിൻ്റെ ആവശ്യകത എന്തായിരിക്കും അല്ലെങ്കിൽ പേർപ്പസ് എന്തായിരിക്കും? ഡൈവേർഷൻ ഹെഡ് വർക്കിൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് സിൽട്ട് എൻട്രി അല്ലേ, സിൽട്ടിൻ്റെ എൻട്രീനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഡൈവേർഷൻ ഹെഡ് വർക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റെഗുലേറ്റ് ദ വാട്ടർ ഇൻ ടു കനാൽ അല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഡൈവേർഷൻ ഹെഡ് വർക്കിനെ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ടു റൈസ് ദ വാട്ടർ ലെവൽ ഇൻ ദ റിവർ അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡൈവേർഷൻ ഹെഡ് വർക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പേർപ്പസ് ഓഫ് ഡൈവേർഷൻ ഹെഡ് വർക്ക് അല്ലേ. പേർപ്പസ്
ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ട് വന്നിട്ട് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുക. അല്ലാത്തവർ ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ നിങ്ങൾ കുറേ കാലത്തിന് ശേഷം ഈ ഒരു കാര്യം കേൾക്കുകയാണെങ്കിൽ എന്തായാലും 2-3 പ്രാവശ്യം ഒന്ന് വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പം പേർപ്പസ് ഓഫ് ഡൈവേർഷൻ ഹെഡ് വർക്ക് അല്ലേ, പേർപ്പസ് ഓഫ് ഡൈവേർഷൻ ഹെഡ് വർക്ക് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് പേർപ്പസ് വരുന്നത്? ടു റൈസ് ദ വാട്ടർ ലെവൽ ഇൻ ദ റിവർ. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താണ്? കൺട്രോൾ സിൽട്ട് എൻട്രി എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പൊ നമുക്ക് ഡൈവേർഷൻ ഹെഡ് വർക്കിനെ തന്നെ നമ്മൾ വീണ്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെ. ഏതൊക്കെ ഡൈവേർഷൻ ഹെഡ് വർക്കാണ് നമുക്ക് നോക്കാനുള്ളത്? ഡൈവേർഷൻ ഹെഡ് വർക്ക് പറയുകയാണെങ്കിൽ അതിൽ 2ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഏതൊക്കെ ടൈപ്പാണ് ഡൈവേർഷൻ ഹെഡ് വർക്കിൽ വരുന്നത്? ഡൈവേർഷൻ ഹെഡ് വർക്കിൽ വരുന്നതാണ് ടെമ്പററി ഡൈവേർഷൻ ഹെഡ് വർക്കും അതുപോലെ തന്നെ പെർമനന്റ് ഡൈവേർഷൻ ഹെഡ് വർക്കും. അതിൽ ടെമ്പററി ഡൈവേർഷൻ ഹെഡ് വർക്ക് നമ്മൾ എപ്പോഴായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടാവുക? നമുക്കിപ്പം ഫെമിലിയർ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ തന്നെയല്ലേ, നമ്മളെ ഫ്ലഡ് വരുന്ന സമയത്ത് അല്ലേ, കൺസ്ട്രക്റ്റഡ് എവരി ഇയേഴ്സ് ആഫ്റ്റർ ഫ്ലഡ്. അതാണ് നമ്മൾ ടെമ്പററി ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്ന് പറയുന്നത്. പെർമനന്റ് ആണെങ്കിലോ ഇമ്പോർട്ടൻ്റ് വർക്ക്സിന് വേണ്ടിയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് പെർമനന്റ് ഡൈവേർഷൻ ഹെഡ് വർക്ക്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ വിയർ, അതുപോലെ തന്നെ ബാരേജ് ഒക്കെ വരുന്നത്, വിയർ അല്ലെങ്കിൽ ബാരേജ് വരുന്നത് പെർമനന്റ് ഡൈവേർഷൻ ഹെഡ് വർക്കിലാണ്. അപ്പൊ നമ്മൾ 2 പ്രാവശ്യമല്ലേ വിയറും ബാരേജും പറയുന്നത്. അപ്പൊ എന്തായിരുന്നു വിയർ അല്ലെങ്കിൽ എന്തായിരുന്നു ബാരേജ് എന്ന് പറഞ്ഞാല്? അപ്പോൾ അത് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സോളിഡ് കൺസ്ട്രക്ഷൻ പുട്ട് എക്രോസ് റിവർ ആണ് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ വിയർ എന്ന് പറയുന്നത്. അപ്പം ബാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ബാരേജ് എവിടെയാണ്? ബാരേജ് പറയുന്നതിന്റെ മുന്നേ ക്രസ്റ്റ് ലെവൽ എന്താണെന്ന് പറയാം. അപ്പം ക്രസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ഓഫ് ദ വിയർ ഓർ ബാരേജിനെയാണ് നമ്മൾ ഈ ഒരു ക്രസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. ക്രസ്റ്റ് ലെവൽ എന്ന് എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വിയർ പറയാം. ക്രസ്റ്റ് ലെവൽ എന്താണ്? ക്രസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതാണ് നമ്മൾ ഡൗൺ സ്ട്രീം സൈഡ്, ഇത് അപ് സ്ട്രീം സൈഡ് ആണെങ്കിൽ ഇത് ഇവിടെ നമ്മൾ പോണ്ട് ലെവലായിട്ട് കണക്കാക്കുക. പോണ്ട് ലെവൽ. അപ്പം അതിൽ ഇവിടെ ഇങ്ങനത്തെ ഒരു ഏരിയ ഉണ്ടാവും അല്ലേ, ടോപ്പിലുള്ള ഈ ഒരു ഏരിയ. അപ്പം ഇതിനെയാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയുന്നത്. ക്രസ്റ്റ്. അപ്പം ക്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അപ്പം എന്താണ് ക്രസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ? ക്രസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രസ്റ്റ് ലെവൽ ഈസ് ദ ടോപ്പ് ഓഫ് ദ വിയർ ഓർ ബാരേജ് ആണ്. ടോപ്പ് ഓഫ് വിയർ ഓർ ബാരേജിനെയാണ് നമ്മൾ ക്രസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് ക്രസ്റ്റ് എന്താണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ബാരേജ് ആണ് അല്ലേ. ബാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്രസ്റ്റ് ലെവൽ ഈസ് ലോ, മെജോറിറ്റി പോണ്ടിങ് വിൽ ബി ഡൺ ബൈ ഗേറ്റ് അല്ലേ. ആ ഒരു ടേം ആണ് ഓർത്ത് വെക്കേണ്ടത്. പോണ്ടിങ് വിൽ ബി ഡൺ ബൈ ഗേറ്റ് അല്ലേ. ആ ഒരു ടേം ആണ് എക്സാമിന് വരാറുള്ളത്. അപ്പം അതാണ് ബാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ആ ഒരു ഗേറ്റ് ഉണ്ടാവും എന്നുള്ളത് ഓർത്ത് വെക്കുക. എന്താണ് വിയറും ബാരേജും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിയർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്തിനാണ്? റൈസ് ദ വാട്ടർ ലെവൽ ആണ് അല്ലേ. അപ്പം അക്രോസ് ദ റിവർ ആയിരിക്കും, അത് റൈസ് ദ വാട്ടർ ലെവലിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിയർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. മറിച്ച് നമ്മൾ ബാരേജ് ആണെങ്കിലോ, ബാരേജ് ഒരു ഗേറ്റ് അല്ലെങ്കിൽ ഷട്ടർ ആണ് അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു റെഗുലേറ്റ് ദ വാട്ടർ ഫ്ലോ ആൻഡ് റൈസ് ലെവൽസ് അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബാരേജ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ഓർത്ത് വെക്കുക. അപ്പം നമ്മൾ ഫസ്റ്റ് എന്താണ് വിയർ പറഞ്ഞ സമയത്ത് നമ്മൾ വിയറിൻ്റെ നോട്ട് എഴുതിയിട്ടില്ല അല്ലേ. ഓക്കെ, നമുക്ക് ബാരേജും വിയറും എഴുതാം. ബാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബാരേജ് ഈസ് ദ, അല്ലെങ്കിൽ ബാരേജിൽ പോണ്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നത്? ബാരേജിൽ പോണ്ടിങ് will be done by
ഗേറ്റ് ആണ് അല്ലേ, ബൈ ഗേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് മോർ എഫിഷ്യൻ്റ് ആണ്. മോർ എഫിഷ്യൻ്റ് എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. അപ്പം എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ബാരേജിൽ പോണ്ടിങ് വിൽ ബി ഡൺ ബൈ ഗേറ്റ് ആണ്, അല്ലെങ്കിൽ ഷട്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. എന്തിനാണ്? ടു റെഗുലേറ്റ് ദ വാട്ടർ ഫ്ലോ ആൻഡ് റൈസ് വാട്ടർ ലെവൽ എന്നുള്ളത് ഓർത്ത് വെക്കുക. റെഗുലേറ്റ് വാട്ടർ ഫ്ലോ ആൻഡ് റൈസ് ലെവൽസ്. അപ്പോൾ നമുക്ക് ബാരേജ് എന്താണെന്ന് മനസ്സിലായി. നമ്മൾ വിയർ എന്താണെന്നുള്ളതിൻ്റെ നോട്ട് എഴുതിയിട്ടില്ല. അപ്പോൾ നമുക്ക് വിയറിൻ്റെതും കൂടെ ഒക്കെ ഷോർട്ടായിട്ടാണ് എഴുതുന്നത്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടല്ല. അപ്പം അതും കൂടെ ഓർത്ത് വെക്കുക. വിയർ എന്തിനാണ്, അല്ലെങ്കിൽ വിയർ എന്താണ്? അത് സോളിഡ് ഒബ്സ്ട്രക്ഷൻ ആണ് അല്ലേ. പുട്ട് അക്രോസ് ദ റിവർ, സോളിഡ് ഒബ്സ്ട്രക്ഷൻ. പുട്ട് അക്രോസ് എ റിവർ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു റൈസ് ദ വാട്ടർ ലെവൽ. ടു റൈസ് ദ വാട്ടർ ലെവൽ എന്നുള്ളത് ഓർക്കുക. അപ്പം അതാണ് വിയർ എന്നുള്ളത്. ബാരേജ് എന്താണ്, വിയർ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ ക്രസ്റ്റ് ലെവലിൻ്റെതും അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് ജസ്റ്റ് പറഞ്ഞിട്ടുള്ളതാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടെ തന്നെ നമുക്ക് അപ്ഫ്ലക്സ് എന്നുള്ളൊരു ടേമും കൂടെ നോക്കാം. അപ്ഫ്ലക്സിൽ എന്താണ് അപ്ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ? അപ്ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ ഒരു വിയറൊക്കെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിൻ്റെ ഉണ്ടാകുന്ന ഒരു വാട്ടർ റൈസ് ഉണ്ടാവും അല്ലേ. ആ ഒരു മാക്സിമം വാട്ടർ റൈസിനെയാണ് നമ്മൾ ഈ ഒരു അപ്ഫ്ലക്സ് എന്ന് പറയുന്നത്. എന്താണ് അപ്ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റൈസ് ഇൻ മാക്സിമം ഫ്ലഡ് ലെവൽ അപ്സ്ട്രീം ഓഫ് വിയർ ഡ്യൂ ടു ദ കൺസ്ട്രക്ഷൻ ഓഫ് വിയർ അല്ലേ. ജനറലി 1 മീറ്റർ ഒക്കെയാണ് അപ്ഫ്ലക്സ് ഉണ്ടാവുക എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പം അപ്ഫ്ലക്സ് എന്താണ്? Afflux rise in maximum flood level upstream of weir due to construction of weir അല്ലേ. അപ്പോൾ അതിൻ്റെ മാക്സിമം ഹൈറ്റ് എത്രയാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ജനറലി എത്രയാണ് ഉണ്ടാവുക? ഈ ഒരു അപ്ഫ്ലക്സ് എന്ന് പറയുന്നത് ജനറലി 1 മീറ്റർ ആണെന്നുള്ളതും ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് വിയർ എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഇനി അലൈൻമെന്റ് ഓഫ് എ വിയർ എന്ന് നോക്കിയാലോ. അലൈൻമെന്റ് ഓഫ് എ വിയർ, അലൈൻമെന്റ് ഓഫ് വിയർ അല്ലേ. എങ്ങനെയാണ് വിയറിന്റെ അലൈൻമെന്റ് ഉണ്ടാവുക? അലൈൻമെന്റ് വരുന്നത് റൈറ്റ് ആംഗിൾ ടു ദ ഡയറക്ഷൻ ഓഫ് ദ റിവർ ഫ്ലോ ആണ് കേട്ടോ. റൈറ്റ് ആംഗിൾ ടു ദ ഡയറക്ഷൻ ഓഫ് ദ റിവർ ഫ്ലോ ആണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പം റിവർ ഫ്ലോ ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വിയറിൻ്റെത് കൺസ്ട്രക്ഷൻ വരിക? ഇതേ രീതിയിൽ അല്ലേ. ഇതേ രീതിയിൽ റൈറ്റ് ആംഗിൾ ആയിട്ടാണ് നമ്മൾ വിയറിൻ്റെ അലൈൻമെന്റ് ഉണ്ടാവുക എന്നുള്ളത് ഓർത്ത് വെക്കുക. സാൻഡിൻ്റെയും സിൽട്ടിൻ്റെയും കേസിലാണ് നമ്മളിപ്പോൾ റൈറ്റ് ആംഗിൾ വരിക, സാൻഡും അതുപോലെ തന്നെ സിൽട്ടും. മറിച്ച് വരുന്നത് ഗ്രാവൽ ആണെങ്കിൽ ഒബ്ലിക് അലൈൻമെന്റ് ആയിരിക്കും. ഗ്രാവൽ ആണെങ്കിൽ എങ്ങനെയാണ്? ഒബ്ലിക് അലൈൻമെന്റ് ആയിരിക്കും. ഗ്രാവലിൻ്റെതാണെങ്കിൽ ഇതേ രീതിയിൽ ഇപ്പോൾ ഓറഞ്ച് കളറിൽ കാണിച്ചതുപോലെ ഒബ്ലിക് അലൈൻമെന്റ് ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. ഗ്രാവൽ ഒബ്ലിക് അലൈൻമെന്റ്. ഇതൊക്കെ ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ നിങ്ങൾക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടാവും, പേടിക്കേണ്ട. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് പിക്ചറൊക്കെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് റിവിഷൻ സീരീസ് ആണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചതിന് ശേഷം വന്നതെങ്കിലാണ് ഇത് കുറച്ചുകൂടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുക. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ മാക്സിമം മനസ്സിലാക്കി വെക്കാൻ നോക്കുക. ഓക്കെ. പിന്നെ നമുക്ക് വിയറിൽ തന്നെ ക്ലാസിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട് അല്ലേ. ജസ്റ്റ് ആ ക്ലാസിഫിക്കേഷൻ്റെ പേര് മാത്രം പറയാം. നമ്മളിപ്പം ക്ലാസിഫിക്കേഷൻ വരുന്ന സമയത്ത് അതിൻ്റെ ബേസ്ഡ് ഓൺ ഡിസൈൻ ക്രൈറ്റീരിയ ഉണ്ട്, അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ മെറ്റീരിയൽ ഒക്കെ വരുന്നുണ്ട് അല്ലേ. അപ്പം അതിൻ്റെ ഡിസൈൻ ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടാണ് വിയർ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ ഗ്രാവിറ്റി വിയറും അതുപോലെ തന്നെ നോൺ ഗ്രാവിറ്റി വിയറും വരുന്നുണ്ട്.
ഇപ്പം ഗ്രാവിറ്റി വിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സിറ്റുവേഷൻ ആണ്? വെൻ ഹൈറ്റ് ഓഫ് ദ വിയർ ബാലൻസിങ് ദ അപ്ലിഫ്റ്റ് പ്രഷർ കോസ്ഡ് ബൈ ദ സീപ്പേജ് വാട്ടർ അല്ലേ. ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ ഗ്രാവിറ്റി വിയർ വരിക എന്നുള്ളത് ഓർത്ത് വെക്കുക. നോൺ ഗ്രാവിറ്റി വിയർ ആണെങ്കിൽ എങ്ങനെയാണ്? വെയിറ്റ് ഓഫ് ദ കോൺക്രീറ്റ് സ്ലാബ് ആൻഡ് ഹൈറ്റ് ഓഫ് ഡിവൈഡിങ് പിയർ ബാലൻസ്ഡ് ദ അപ്ലിഫ്റ്റിംഗ് പ്രഷർ അല്ലേ. ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ നോൺ ഗ്രാവിറ്റി ഡാം അല്ലെങ്കിൽ ഡാമിലും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഇപ്പം നമ്മൾ വിയറിൻ്റെതാണല്ലേ മാറിപ്പോയതാണ്. വിയറിൻ്റെതിൽ വരുന്ന സമയത്ത് നോൺ ഗ്രാവിറ്റി വിയർ ആണെങ്കിൽ വെയിറ്റ് ഓഫ് കോൺക്രീറ്റ് സ്ലാബ് ആൻഡ് ഹൈറ്റ് ഓഫ് ദ ഡിവൈഡിങ് പിയർ ബാലൻസ്ഡ് ദ അപ്ലിഫ്റ്റ് പ്രഷർ അല്ലേ. അതാണ് നോൺ ഗ്രാവിറ്റി ഡാം വരുന്നത്. ഗ്രാവിറ്റി ഡാം ആണെങ്കിൽ അപ്ലിഫ്റ്റ് പ്രഷർ ആരാണ് മാനേജ് ചെയ്യുക? ദെൻ ഹൈറ്റ് ഓഫ് ദ വിയർ ബാലൻസിങ് ദ അപ്ലിഫ്റ്റ് പ്രഷർ കോസ്ഡ് ബൈ ദ സീപ്പേജ് വാട്ടർ ആണ് അല്ലേ. ജസ്റ്റ് മനസ്സിലാക്കി വെക്കേണ്ടിയിട്ട് പറഞ്ഞതാണ്. പിന്നെ നമുക്ക് ബേസ്ഡ് ഓൺ മെറ്റീരിയലിൽ വരുന്നുണ്ട്. റോക്ക് ഫില്ല് എന്നൊക്കെ പറഞ്ഞിട്ട് കോൺക്രീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. എല്ലാം കൂടെ പറഞ്ഞ് ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് ഏരിയയിലേക്ക് പോവാം അല്ലെ. അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ഏരിയയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ഡൈവേർഷൻ ഹെഡ് വർക്ക് ആണല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡൈവേർഷൻ ഹെഡ് വർക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് വർക്ക് എന്താണ് നമുക്ക് ആദ്യം പറയാം. ഹെഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എനി ഹൈഡ്രോളിക് സ്ട്രക്ചർ സപ്ലൈസ് വാട്ടർ ടു ദ ഓഫ് ടേക്കിംഗ് കനാൽ അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ ഹെഡ് വർക്ക് എന്ന് പറയുന്നത്. ഹെഡ് വർക്കിൽ നമുക്ക് സ്റ്റോറേജ് ഹെഡ് വർക്കും ഉണ്ട്, ഡൈവേർഷൻ ഹെഡ് വർക്കും ഉണ്ട്. സ്റ്റോറേജ് ഹെഡ് വർക്കിൽ വരുന്നതാണ് ഡാം, അത് നമുക്ക് പറയാനുണ്ട്. ഡൈവേർഷൻ ഹെഡ് വർക്കിൽ വരുന്നതാണ് വിയറും ബാരേജും ഒക്കെ. അപ്പം വിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് ഒബ്സ്ട്രക്ഷൻ പുട്ട് അക്രോസ് ദ റിവർ ആണ് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ വിയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഗേറ്റ് കൊടുക്കുന്നതിനെയാണ് അല്ലേ. ബാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഗേറ്റ് അല്ലെങ്കിൽ ഒരു ഷട്ടർ കൊടുക്കുന്നതിന് ആണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? റെഗുലേറ്റ് വാട്ടർ ഫ്ലോ, അതുപോലെ തന്നെ റൈസ് വാട്ടർ ലെവൽ അല്ലേ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗേറ്റ് അല്ലെങ്കിൽ ഷട്ടർ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിനെയാണ് നമ്മൾ ബാരേജ് എന്ന് പറയുന്നത്. അപ്പൊ വിയർ എന്താണെന്ന്, ബാരേജ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ വിയറിൽ ഷട്ടർ ഉണ്ടാവില്ല കേട്ടോ. വിയർ വിത്തൗട്ട് ഷട്ടർ ആയിരിക്കും എന്നുള്ളതും കൂടെ മനസ്സിലാക്കി വെക്കുക. പിന്നെ അപ്ലക്സ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്ലക്സ് റേസ് ഇൻ മാക്സിമം ഫ്ലഡ് ലെവൽ അപ്സ്ട്രീം ഓഫ് ദ വിയർ ഡ്യൂ ടു കൺസ്ട്രക്ഷൻ ഓഫ് വിയർ അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ ഈ ഒരു അഫ്ലക്സ് എന്ന് പറയുന്നത്. ജനറലി 1 മീറ്റർ ആയിരിക്കും അഫ്ലക്സ് ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്, പിന്നെ അതിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു അല്ലേ. അലൈൻമെന്റ് ഓഫ് വിയറും പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് വിയർ ബേസ്ഡ് ഓൺ ദ ഡിസൈൻ ക്രൈറ്റീരിയ പറഞ്ഞു. അതുപോലെ തന്നെ മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിന്റെ ഡിസൈൻ ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഗ്രാവിറ്റി ഡാമും നോൺ ഗ്രാവിറ്റി ഡാം എന്ന് തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. ഗ്രാവിറ്റി വിയറും നോൺ ഗ്രാവിറ്റി വിയറും ആണ്. ഗ്രാവിറ്റി വിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? the height of the weir balancing the uplift pressure അല്ലേ. അല്ലെങ്കിൽ നെക്സ്റ്റ് നോൺ ഗ്രാവിറ്റി ഡാം ആണെങ്കിൽ വെയിറ്റ് ഓഫ് ദ കോൺക്രീറ്റ് സ്ലാബ് ആൻഡ് ഹൈറ്റ് ഓഫ് ദ ഡിവൈഡിങ് പിയേഴ്സ് ബാലൻസിങ് ദ അപ്ലിഫ്റ്റ് പ്രഷർ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ നോൺ ഗ്രാവിറ്റി ഡാം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നമ്മൾ റോക്ക് ഫിൽ വിയർ, അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ട് കോൺക്രീറ്റ് വിയർ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇത്രയാണ് വിയറിൻ്റെ ഏരിയയിൽ നോക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് പോകാനുള്ളത് ഡാമിലേക്കാണ്. അപ്പോൾ നമുക്ക് ഡാമിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ജസ്റ്റ് റിസർവോയർ എന്താന്ന് പറഞ്ഞാലോ. റിസർവോയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പം ഒരു വാട്ടർ ഫ്ലോയിൽ നമ്മൾ എന്തെങ്കിലും ഒരു ബാരിയർ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റിവർ വാട്ടർ ഒരു അപ്സ്ട്രീം സൈഡിൽ സ്റ്റോർ ചെയ്തിരിക്കും അല്ലേ. അങ്ങനെ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ഒരു പൂൾ അല്ലെങ്കിൽ വാട്ടർ എന്നൊക്കെ പറയും അല്ലേ. പൂൾ ഓഫ് ദ വാട്ടർ നമ്മൾ അതിനെ പറയും. ഇതിനെയാണ് നമ്മൾ റിസർവോയർ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. അപ്പം അതിൽ റിസർവോയറിൽ തന്നെ ഡാം റിസർവോയർ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റോറേജ് റിസർവോയർ ഒക്കെ വരുന്നുണ്ട്. അതൊന്നും നോക്കണ്ട, ജസ്റ്റ് ഞാൻ റിസർവോയർ എന്താണെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. റിസർവോയർ എന്താണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് എഴുതാം. റിസർവോയർ അല്ലേ. റിസർവോയർ എന്ന് പറഞ്ഞാൽ എന്താണ്? when a barrier is constructed across a river, water gets stored
on the upstream side of barrier forming a pool of വാട്ടർ. ഇതിനാണ് നമ്മൾ റിസർവോയർ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ റിസർവോയറിൻ്റെ ടൈപ്പും അതിൻ്റെ ക്ലാസിഫിക്കേഷനും ഒക്കെ ഉണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് എന്താണ് റിസർവോയർ എന്ന് പറഞ്ഞതാണ്. ഇനി നമുക്ക് ഡാമിലേക്ക് പോവാം. ഡാമാണല്ലേ നമ്മുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെയിം ഈ ഒരു റിവറിൽ തന്നെ ബാരിയർ ഒക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ ലേക്ക് അല്ലെങ്കിൽ അതിനിടയിൽ റിവർ ഫ്ലോയിൽ നമ്മൾ എന്തെങ്കിലും ബാരിയർ ഒക്കെ അല്ലെ ഇംപേർവിയസ് ആയിട്ടുള്ള ബാരിയർ ഒക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ ലേക്ക് ഉണ്ടാക്കുന്നതിന് അല്ലെ, അതിനാണ് നമ്മൾ ഡാം എന്നുള്ള ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം. ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിവറിൽ നമ്മൾ ബാരിയേഴ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ ലേക്ക് ഉണ്ടാക്കുന്നതിന് അല്ലെ, അതിനാണ് നമ്മൾ ഡാം എന്ന് പറഞ്ഞിട്ടുള്ള പേരുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഡാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും, പക്ഷെ അതിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാനായിരിക്കല്ലേ ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പം അതിനെങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യാന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഡാം എന്താണ്? ഡാം ഈസ് എ ഫെയർലി impervious barrier constructed across river to create an artificial lake or reservoir behind it. അപ്പം ഇതാണ് ഡാം എന്നുള്ള ടേം കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് ഡാം ബേസ്ഡ് ഓൺ റിജിഡിറ്റിനെ ബേസ് ചെയ്തിട്ടുണ്ട് ക്ലാസിഫിക്കേഷൻ. അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ അതിൻ്റെ ഹൈഡ്രോളിക് ഡിസൈൻ ഉണ്ട്. അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ ദ പേർപ്പസ് ഓഫ് സെർവ്ഡ് ഡാമിനെ ബേസ് ചെയ്തിട്ട്, അതായത് സ്റ്റോറേജ് ഡാം, ഡൈവേർഷൻ ഡാം എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ വരുന്ന നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ് അഡോപ്റ്റഡ് ഫോർ ഒബ്റ്റെയിനിങ് ദയർ സ്റ്റെബിലിറ്റി അല്ലേ, അതായത് ഗ്രാവിറ്റി ഡാം, എംപാക്ട്മെന്റ് ഡാം, ഡാർച്ച് ഡാം, ബട്രസ് ഡാം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പം ഇത് ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ നമ്മൾ എക്സാമിൽ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്കിപ്പോൾ ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്. അല്ലാണ്ട് എല്ലാ കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കുക കേട്ടോ. എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ മെറ്റീരിയൽ യൂസ്ഡിനെ ബേസ് ചെയ്തിട്ടും നമ്മൾ ഈ ഒരു ഡാമിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പം ഇത്രയാണ് നമുക്ക് ഡാമിൻ്റെ ക്ലാസിഫിക്കേഷൻസ് മെയിൻ ആയിട്ട് വരുന്നത്. പക്ഷെ നമുക്ക് എക്സാമിന് എടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ്? എക്സാമിന് എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ബേസ്ഡ് ഓൺ റിജിഡിറ്റി അല്ലേ, റിജിഡിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് നമുക്ക് അത് തന്നെ നോക്കാം. ബേസ്ഡ് ഓൺ റിജിഡിറ്റി അല്ലേ, റിജിഡിറ്റിനെ ബേസ് ചെയ്തിട്ട് ഡാമിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് രണ്ടായിട്ടാണ്. ഒന്ന് റിജിഡ് ഡാമും അതുപോലെ തന്നെ നോൺ റിജിഡ് ഡാമും. അപ്പോൾ റിജിഡ് ഡാം എന്ന് പറഞ്ഞാൽ എന്താണ്? റിജിഡും നോൺ റിജിഡും എന്നുള്ള ടേം അറിയുകയാണെങ്കിൽ നമുക്കിത് സിമ്പിളായിട്ട് പറയാൻ പറ്റും അല്ലേ. റിജിഡ് ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ്ഡ് അപ്പ് ഓഫ് റിജിഡ് മെറ്റീരിയൽ ആണ്, ലൈക്ക് കോൺക്രീറ്റ്, മേസൺറി, സ്റ്റീൽ എന്നൊക്കെ പറയുന്ന പോലത്തെ റിജിഡ് മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മൾ ഡാം കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ റിജിഡ് ഡാം എന്ന് പറയുന്നത്. നോൺ റിജിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ റിജിഡ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത് അല്ലേ, ലൈക്ക് എർത്ത് ഫില്ല്, അതുപോലെ തന്നെ റോക്ക് ഫില്ല് ഡാം ഒക്കെ വരുന്നത് നോൺ റിജിഡ് ഡാമിലാണ്. അപ്പം റിജിഡ് ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ്ഡ് ഓഫ് റിജിഡ് മെറ്റീരിയൽ ലൈക്ക് കോൺക്രീറ്റ്, മേസൺറി, സ്റ്റീലൊക്കെ അല്ലേ, സ്റ്റീൽ എക്സെട്ര. പിന്നെ നോൺ റിജിഡ് ഡാം ആണെങ്കിൽ നോൺ റിജിഡ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് അല്ലേ, നോൺ റിജിഡ്
മെയ്ഡ് ഓഫ് നോൺ റിജിഡ് മെറ്റീരിയൽ ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. മെയ്ഡ് ഓഫ് നോൺ റിജിഡ് മെറ്റീരിയൽ. പിന്നെ എക്സാമ്പിൾ അതിനുള്ളത് ഏതൊക്കെയാണ്? നോൺ റിജിഡ് മെറ്റീരിയൽസിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് എർത്ത് ഫില്ല്, അതുപോലെ തന്നെ റോക്ക് ഫില്ല് ഡാമൊക്കെ. അതാണ് നമ്മൾക്ക് ബേസ്ഡ് ഓൺ റിജിഡിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളത് റിജിഡ് ഡാമും നോൺ റിജിഡ് ഡാമുമാണ്. പിന്നെ നമ്മൾ ബേസ്ഡ് ഓൺ ദ ഹൈഡ്രോളിക് ഡിസൈനിനെ ബേസ് ചെയ്തിട്ടുള്ള ഒന്നും ക്ലാസിഫിക്കേഷൻ പറയുന്നില്ല. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് ഡാമിൽ. നമുക്ക് ഈ ഒരു കാര്യം പറയുന്നതിന്റെ മുന്നേ വേറൊന്നും കൂടെ പറയാനുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നമ്മൾ റിസർവോയർ പറഞ്ഞില്ലേ, റിസർവോയർ പറഞ്ഞപ്പോൾ തന്നെ അതിനോട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ടേമാണ് നമ്മളെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ നമുക്ക് അത് നോക്കിയിട്ട് ഈ ഒരു ക്ലാസിഫിക്കേഷനിലേക്ക് വരാം. അപ്പൊ നമുക്ക് ഡാമിൽ നമ്മൾ ടൈപ്പ് ഓഫ് ഡാമിൽ ബേസ്ഡ് ഓൺ റിജിഡിറ്റിൻ്റെതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ മുന്നേ നമുക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. നമുക്കിപ്പം റിസർവോയറിന്റെ തന്നെ സ്റ്റോറേജ് സോൺസ് അല്ലേ, ഓരോ സോൺസ് ഉണ്ട് നമ്മളെ റിസർവോയറിൽ. റിസർവോയർ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. അപ്പൊ നമുക്ക് അതിൽ സ്റ്റോറേജ് സോൺസിൽ നമുക്ക് എടുത്തു പറഞ്ഞിട്ടുള്ള, നമുക്ക് സിലബസ് നോക്കിയാൽ കാണാം, അതിൽ പറഞ്ഞിട്ടുള്ളതാണ് ഡെഡ് സ്റ്റോറേജ് ലെവൽ, അതുപോലെ തന്നെ എന്താണ് ഫുള്ള് റിസർവോയർ ലെവൽ, പിന്നെ മാക്സിമം വാട്ടർ ലെവൽ, ഡെഡ് സ്റ്റോറേജ്, ലൈവ് സ്റ്റോറേജ് അല്ലേ. അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സോൺസ് അല്ലേ, റിസർവോയറിൻ്റെ സോൺസിൽ നോക്കാം. അപ്പം ഇത് ഡിസ്ക്രൈബ് ചെയ്തതിന് ശേഷം നമുക്ക് ഡാമിൻ്റെ ക്ലാസിഫിക്കേഷൻ കണ്ടിന്യൂ ചെയ്യാം. അപ്പം നമുക്ക് ഡെഡ് സ്റ്റോറേജ് ലെവൽ അല്ലേ, ഫസ്റ്റ് വൺ ആണ് ഡെഡ് സ്റ്റോറേജ് ലെവൽ. ഡെഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോവസ്റ്റ് സർഫസ് അല്ലേ, ലോവസ്റ്റ് വാട്ടർ സർഫസ് അറ്റ് ഇൻവേർട്ട് ഓഫ് ലോവസ്റ്റ് സ്ലൂയിസ്. അപ്പം അതിനെയാണ് നമ്മൾ മിനിമം പൂൾ ലെവൽ എന്നും ഇതിനെ പറയും, അല്ലെങ്കിൽ ഡെഡ് സ്റ്റോറേജ് ലെവൽ എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഡെഡ് സ്റ്റോറേജ് ലെവൽ? ഡെഡ് സ്റ്റോറേജ് ലെവൽ എന്താണ്? ഡെഡ് സ്റ്റോറേജ് ലെവൽ എന്ന് പറഞ്ഞാൽ ഡെഡ് സ്റ്റോറേജ് ലെവൽ ഈസ് ദ ലോവസ്റ്റ് വാട്ടർ സർഫസ് അറ്റ് ഇൻവേർട്ട് ഓഫ് ലോവസ്റ്റ് സ്ലൂയിസ്. അപ്പം ഇതിനെയാണ് നമ്മൾ ഡെഡ് സ്റ്റോറേജ് ലെവൽ എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ ഡെഡ് സ്റ്റോറേജ് അല്ലേ, ഡെഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഡ് സ്റ്റോറേജ് ഡെഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം അല്ലെങ്കിൽ വോളിയം ഓഫ് വാട്ടർ സ്റ്റോർഡ് ബിലോ മിനിമം പൂൾ ലെവൽ. അതിനെയാണ് നമ്മൾ ഡെഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. എന്താണ്? വോളിയം ഓഫ് വാട്ടർ സ്റ്റോർഡ് ബിലോ മിനിമം പൂൾ ലെവൽ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡെഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ വാട്ടർ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇതാണ് വാട്ടറിന്റെ മാക്സിമം ഫ്ലോ ലെവൽ എന്ന് വിചാരിക്കുക. ആ ഒരു മാക്സിമം ഫ്ലോ ലെവലിന്റെ നോർമൽ ഫ്ലോ ലെവൽ അല്ലെങ്കിൽ നോർമൽ റിസർവോയർ ലെവൽ അല്ലെങ്കിൽ നോർമൽ പൂൾ ലെവലാണ്. അത് വരുന്നത് ഈ ഒരു ലെവലിലായിരിക്കും. നമ്മൾ ക്രസ്റ്റ് ഓഫ് സ്പിൽവേ വരയ്ക്കുകയാണെങ്കിൽ ഇതായിരിക്കും നമുക്കിപ്പം ക്രസ്റ്റ് ഓഫ് സ്പിൽവേ വരുന്നുണ്ടാവുക. ഈ രീതിയിൽ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ, ജസ്റ്റ് ഞാനൊന്ന് ആ പിക്ചർ വരച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? മാക്സിമം വാട്ടർ ലെവലും പറഞ്ഞു, അതുപോലെ തന്നെ നോർമൽ പൂൾ ലെവൽ അല്ലെങ്കിൽ ഫുൾ റിസർവോയർ ലെവൽ പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് മിനിമം പൂൾ ലെവൽ അല്ലെങ്കിൽ ഡെഡ് സ്റ്റോറി അല്ലേ. ഇതാണ് മിനിമം പൂൾ ലെവൽ വരുന്നുണ്ടത് അല്ലെങ്കിൽ ഡെഡ് സ്റ്റോറി ലെവൽ എന്ന് പറയുന്നത്. ഡെഡ് സ്റ്റോറി ലെവൽ എന്ന് പറയുന്നത് ഇവിടെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ലെവൽ എന്താണ്? ഈ ഒരു ലെവലിനെയാണ് നമ്മൾ ഫുൾ റിസർവോയർ ലെവൽ എന്ന് പറയുന്നത്.
പിന്നെ നമ്മൾ ഈ ഒരു ലെവലിന് എന്താണ് പറയുക, ടോപ്പിലുള്ളതാണ് എന്താണ് മാക്സിമം വാട്ടർ ലെവൽ അല്ലേ, മാക്സിമം വാട്ടർ ലെവലാണ് ഈ ഒരു ലെവൽ വരുന്നത്. പിന്നെ ഇവിടെ വരുന്നതാണ് ഡെഡ് സ്റ്റോറേജ്. ഇതാണ് ഡെഡ് സ്റ്റോറേജ്, നമ്മളിപ്പം പറഞ്ഞു കഴിഞ്ഞ കാര്യം അല്ലേ, ഡെഡ് സ്റ്റോറേജ് ആണ്. പിന്നെ ഇവിടെ നമ്മൾ റിവർ ബെഡ് ആണ് കേട്ടോ, റിവർ ബെഡ് എന്നുള്ളത് ഓർത്ത് വെക്കാം. പിന്നെ ഇവിടെ ലോവർ സ്ലൂയിസ് ഉണ്ടാവും, സ്ലൂയിസ് ഉണ്ടാവും. ഇതാണ് ക്രസ്റ്റ് ഓഫ് സ്പിൽവേ. അപ്പം അതൊന്നും നമുക്കിപ്പം എക്സാമിന് പോയിന്റ് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടില്ല. നമുക്ക് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഡെഡ് സ്റ്റോറേജ് ഉണ്ട്. ഡെഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വോളിയം ഓഫ് വാട്ടർ സ്റ്റോർഡ് ബിലോ മിനിമം പൂൾ ലെവൽ അല്ലേ. അപ്പം അതിനാണ് നമ്മൾ ഡെഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത് അല്ലേ. ഡെഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത് ഈ ഒരു മിനിമം പൂൾ ലെവൽ, ഈ ഒരു ലെവലാണ് മിനിമം പൂൾ ലെവൽ വരുന്നത്, അല്ലെങ്കിൽ മിനിമം റിസർവോയർ ലെവൽ അല്ലേ. അപ്പം ആ ഒരു മിനിമം റിസർവോയർ അല്ല, ഇവിടെയാണ് മിനിമം പൂൾ ലെവൽ അല്ലെങ്കിൽ ഡെഡ് സ്റ്റോറേജ് ലെവൽ. അതിൻ്റെ താഴെ വരുന്നതിനെയാണ് നമ്മൾ ഡെഡ് സ്റ്റോറി എന്ന് പറയുന്നത്. ഡെഡ് സ്റ്റോറേജ് എന്താണ്, വോളിയം ഓഫ് വാട്ടർ സ്റ്റോർഡ് ബിലോ ദ മിനിമം പൂൾ ലെവൽ ആണെങ്കിൽ അതിന് നമ്മൾ ഡെഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്ത്. ഇനി നമ്മൾ നോക്കാനുള്ളത് മിനിമം പൂൾ ലെവൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, മിനിമം പൂൾ ലെവലും പറഞ്ഞു. ഇനി നോർമൽ പൂൾ ലെവൽ അല്ലെങ്കിൽ ഫുൾ റിസർവോയർ ലെവൽ. നോർമൽ pool level or full reservoir ലെവൽ എന്താണെന്ന് നോക്കണം. എന്താണ് നോർമൽ അല്ലെങ്കിൽ ഫുൾ റിസർവോയർ ലെവൽ എന്ന് പറഞ്ഞാൽ, ഫുൾ റിസർവോയർ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം എലിവേഷൻ ടു വിച്ച് ദ വാട്ടർ വിൽ റൈസ് ഡ്യൂറിങ് നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ അല്ലേ. ഒരു നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ ആ ഒരു മാക്സിമം എലിവേഷൻ ടു വിച്ച് വാട്ടർ വിൽ റൈസ് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ ഫുൾ റിസർവോയർ ലെവൽ എന്ന് പറയുന്നത്. ഫുൾ റിസർവോയർ ലെവൽ ഇവിടെ പിക്ചറിൽ കാണിച്ചിട്ടുള്ളത് ഈ ഒരു ഇതാണ് അല്ലേ, ഇതാണ് ഫുൾ റിസർവോയർ ലെവൽ എന്ന് പറയുന്നത്. നമ്മൾ നോട്ടായിട്ട് എഴുതുകയാണെങ്കിൽ ഫുൾ റിസർവോയർ ലെവൽ ഈസ് ദ മാക്സിമം എലിവേഷൻ ടു വിച്ച് വാട്ടർ വിൽ റൈസ് ഡ്യൂറിങ് നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ. അപ്പം അതിനെയാണ് നമ്മൾ ഫുൾ റിസർവോയർ ലെവൽ എന്ന് പറയുന്നത്. ഇനി നമുക്കൊന്നും കൂടെ പറഞ്ഞിട്ട് നെക്സ്റ്റ് ഏരിയയിലേക്ക് പോവാം. ഇനി നമുക്ക് നോക്കാനുള്ള എന്താണ് മാക്സിമം വാട്ടർ ലെവൽ അല്ലേ. മാക്സിമം വാട്ടർ ലെവൽ എന്തായിരിക്കും, ആ ഒരു പേര് തന്നെ ഉണ്ട് അല്ലേ, പിക്ചറിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മൾ മാക്സിമം വാട്ടർ ലെവൽ എന്ന് പറയുന്നത്. മാക്സിമം വാട്ടർ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്, മാക്സിമം ലെവൽ ടു വിച്ച് വാട്ടർ റൈസസ് ഡ്യൂറിങ് ദ വേസ്റ്റ് ഡിസൈൻ ഫ്ലഡ് അല്ലേ. അപ്പം അതിനാണ് നമ്മൾ മാക്സിമം വാട്ടർ ലെവൽ എന്ന് പറയുന്നത്. പേര് വെച്ച് തന്നെ കണക്ട് ചെയ്യാം. മാക്സിമം ലെവൽ ടു വിച്ച് വാട്ടർ റൈസസ് during the worst design flood അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ മാക്സിമം വാട്ടർ ലെവൽ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയായിരുന്നു, സ്റ്റോറേജ് സോൺസ് ഇൻ റിസർവോയർ ആണ്. അപ്പം അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡെഡ് സ്റ്റോറേജ് ലെവൽ പറഞ്ഞു, ഫുൾ റിസർവോയർ ലെവൽ പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ മാക്സിമം വാട്ടർ ലെവൽ പറഞ്ഞു, ഡെഡ് സ്റ്റോറേജ് പറഞ്ഞു. ഇനി നമുക്ക് ലൈവ് സ്റ്റോറേജും കൂടെ പറയാനുണ്ട് അല്ലേ. ലൈവ് സ്റ്റോറേജ്. ലൈവ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, വോളിയം ഓഫ് വാട്ടർ സ്റ്റോറേജ് ബിലോ മിനിമം പൂൾ ലെവൽ ആൻഡ് ഫുൾ റിസർവോയർ ലെവൽ. അതിനെയാണ് നമ്മൾ ലൈവ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. എന്താണ് ലൈവ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ, വോളിയം ഓഫ് വാട്ടർ സ്റ്റോർഡ് ബിലോ മിനിമം പൂൾ ലെവൽ തന്നെയാണ് നമ്മൾ ഡെഡ് സ്റ്റോറി ലെവൽ എന്ന് പറഞ്ഞത് അല്ലേ. ഡെഡ് സ്റ്റോറേജ് ലെവൽ ആൻഡ് ഫുൾ റിസർവോയർ ലെവൽ അല്ലേ. ഫുൾ റിസർവോയർ ലെവൽ എന്നുള്ളത്
ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു അതിൻ്റെ നമ്മൾ സോൺസ് പറഞ്ഞു കഴിഞ്ഞു. സ്റ്റോറേജ് സ്റ്റോൺസിൻ്റെത് മനസ്സിലാക്കി വെക്കുക. നമ്മൾ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് കണക്ട് ചെയ്ത് വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇനി നമ്മൾ ഡാമിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്ക് വീണ്ടും പോവാം അല്ലേ. ഡാമിൻ്റെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബേസ്ഡ് ഓൺ റിജിഡിറ്റി എന്താണ് നമ്മൾ നോക്കി. പിന്നെ നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ളത് ഏതാണ്, ബേസ്ഡ് ഓൺ റിജിഡിറ്റിൻ്റെത്. പിന്നെ നമുക്ക് ക്ലാസിഫിക്കേഷൻ വരുന്ന സമയത്ത് അതിൻ്റെ സ്റ്റോറേജ് ഡാം, ഡൈവേർഷൻ ഡാം എന്നൊക്കെ അതിൻ്റെ പർപ്പസിനെ ബേസ് ചെയ്ത് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഗ്രാവിറ്റി ഡാം അല്ലേ. ഗ്രാവിറ്റി ഡാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ് അഡോപ്റ്റഡ് ഫോർ ഒബ്റ്റെയിനിങ് ദയർ സ്റ്റെബിലിറ്റി. അതിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ക്ലാസിഫിക്കേഷനിലാണ് നമ്മൾ ഗ്രാവിറ്റി ഡാം പറയുന്നത്. അതിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ക്ലാസിഫിക്കേഷനിൽ ഗ്രാവിറ്റി ഡാം ഉണ്ട്, അതുപോലെ തന്നെ എംപാക്മെന്റ് ഡാമും ആർച്ച് ഡാമും ബട്രസ് ഡാമും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഗ്രാവിറ്റി ഡാം മാത്രം നോക്കാം. അതാണല്ലേ നമ്മളെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഗ്രാവിറ്റി ഡാം എന്തിന്റെ ക്ലാസിഫിക്കേഷൻ ആണെന്നൊന്നും എടുത്ത് എഴുതുന്നില്ല. ബേസ്ഡ് ഓൺ ദ സ്റ്റെബിലിറ്റി ആണ് അല്ലേ. ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ് അഡോപ്റ്റഡ് ഫോർ ഒബ്റ്റെയിനിങ് ദർ സ്റ്റെബിലിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനിലാണ് ഗ്രാവിറ്റി ഡാം വരുന്നത്. അപ്പോൾ ഗ്രാവിറ്റി ഡാം അല്ലേ. ഗ്രാവിറ്റി ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡാം ഇൻ വിച്ച് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ ഡാം അഗെയിൻസ്റ്റ് ദ എക്സ്റ്റേണൽ ഫോഴ്സസ് ഈസ് അച്ചീവ്ഡ് ബൈ ദ സെൽഫ് വെയിറ്റ് ഓഫ് ദ ഡാം. ആ ഒരു ടേമാണ് ഓർത്ത് വെക്കേണ്ടത്. അതിൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യുന്നത് ബൈ ദ സെൽഫ് വെയിറ്റ് ഓഫ് ദ ഡാം ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഗ്രാവിറ്റി ഡാം എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ കോൺക്രീറ്റ് ഡാമും മേസൺറി ഡാംസ് ഒക്കെ ഗ്രാവിറ്റി ഡാമിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ഗ്രാവിറ്റി ഡാം എന്ന് എഴുതാം. ഇത് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഡാം ഇൻ വിച്ച് സ്റ്റെബിലിറ്റി ഓഫ് ഡാം അഗെയിൻസ്റ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് അച്ചീവ്ഡ് by the self weight of dam ആണെങ്കിൽ ആ ഒരു ടേമാണ് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. അച്ചീവ്ഡ് ബൈ സെൽഫ് വെയിറ്റ് ഓഫ് ദ ഡാം ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഗ്രാവിറ്റി ഡാം എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ കോൺക്രീറ്റ് ഡാം, അതുപോലെ തന്നെ മേസൺറി ഡാം ഒക്കെ വരുന്നത് ഗ്രാവിറ്റി ഡാമിന് എക്സാമ്പിൾ ആയിട്ടാണ് നല്ലത് ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഗ്രാവിറ്റി ഡാമിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കൂടെ നമുക്ക് നോക്കിയാലോ. ഗ്രാവിറ്റി ഡാമിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ഗുണങ്ങൾ വരുന്നുണ്ടാവുക? അത് ഗ്രാവിറ്റി ഡാമിന്റെ സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യുന്നത് സെൽഫ് വെയിറ്റ് കൊണ്ട് തന്നെയാണ് അല്ലേ. സ്റ്റെബിലിറ്റി അച്ചീവ്ഡ് ബൈ ദ സെൽഫ് വെയിറ്റ് ഓഫ് ദ ഡാം ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മെയിൻ്റനൻസ് ലീസ്റ്റ് മെയിൻ്റനൻസ് ആയിരിക്കും. അതൊരു അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അതിന് സെൽഫ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ അത് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് അറ്റ് എനി ഹൈറ്റ് ആണ്. അപ്പം അതും കൂടെ ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് അതിൻ്റെ ഫെയിലിയേഴ്സ് സഡൻ ആയിട്ട് ഉണ്ടാവില്ല എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. പിന്നെ എന്താണ്, ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ ഓവർഫ്ലോ സെക്ഷൻ ആയിട്ട് നമുക്കിതിൽ യൂസ് ചെയ്യാം. ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ ഓവർഫ്ലോ സെക്ഷൻ എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ ഗ്രാവിറ്റി ഡാമിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ഗ്രാവിറ്റി ഡാമിൻ്റെത്? അഡ്വാൻറ്റേജസിൽ പറയുന്നതാണ് ലീസ്റ്റ് മെയിൻ്റനൻസ്, അതുപോലെ പറയുന്നതാണ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് അറ്റ് എനി ഹൈറ്റ്, അതുപോലെ തന്നെ ഫെയിലിയർ നോട്ട് സഡൻ എന്നുള്ളതും ഓർത്ത് വെക്കുക. ഇതാണ് അഡ്വാൻറ്റേജസ് വരുന്നത്. മറിച്ച് ഡിസഡ്വാൻറ്റേജസ് ആണെങ്കിലോ, ഡിസഡ്വാൻറ്റേജസ് പറയുമ്പം ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു ഗ്രാവിറ്റി ഡാമിൻ്റെ? അതിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് ഹൈ ആയിരിക്കും അല്ലേ. കാരണം അതിന് സ്കിൽഡ് ലേബേഴ്സ് ആവശ്യമുണ്ട്. അപ്പം സ്കിൽഡ് ലേബേഴ്സ് റിക്വയർഡ് എന്നുള്ളതൊരു ഡിസഡ്വാൻറ്റേജസ് ആണ്. അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ കോസ്റ്റും ഹൈ ആയിരിക്കും അല്ലേ. അപ്പം ഡിസഡ്വാൻറ്റേജസിൽ വരുന്ന സമയത്ത് സ്കിൽഡ് ലേബേഴ്സ് റിക്വയർഡ്
അതുപോലെ തന്നെ ഇനീഷ്യൽ കോസ്റ്റ് ഈസ് ഹൈ എന്നുള്ളത് ഓർത്ത് വെക്കുക. അതാണ് ഗ്രാവിറ്റി ഡാമിൽ വരുന്നത്. എന്താണ് അതിന്റെ സ്റ്റെബിലിറ്റി അച്ചീവ്ഡ് ചെയ്യുന്നത് ബൈ ദ സെൽഫ് വെയിറ്റ് ഓഫ് ദ ഡാം ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് ഈ ഒരു സ്റ്റെബിലിറ്റിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ക്ലാസിഫിക്കേഷനിൽ ഒന്ന് തന്നെയാണ് എർത്തൻ ഡാം ഓർ എംപാക്ക്മെന്റ് ഡാം. അപ്പം എർത്തൻ ഡാം ഓർ എംപാക്ക്മെന്റ് ഡാം അത് നമുക്ക് നോക്കാം. എർത്തൻ ഡാം ഓർ എംപാക്ക്മെന്റ് എന്താണ് എർത്തൻ ഡാം ഓർ എംപാക്ക്മെന്റ് ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആൻഷ്യൻ ടൈപ്പ് ഡാം ആണ്. അതുപോലെ തന്നെ അവിടെ അതെങ്ങനെയാണ് ലോക്കലി അവൈലബിൾ സോയിൽ ആയിരിക്കും ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് അതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാൻ ലോ ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പം എന്താണ് ആൻഷ്യന്റ് ടൈപ്പ് ഓഫ് ഡാം ആണ് എർത്തൻ ഡാം ഓർ എംപാക്ക്മെന്റ് ഡാം എന്ന് പറയുന്നത്. ലോക്കലി അവൈലബിൾ സോയിൽ വെച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ലോ ഇനീഷ്യൽ കോസ്റ്റ് ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയർ സ്ട്രെങ്ത് ഓഫ് ദ സോയിൽ എലോങ് വിത്ത് സെൽഫ് വെയിറ്റ് റെസിസ്റ്റ് ദ വാട്ടർ പ്രഷർ എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പം എർത്തൻ ഡാമിൻ്റെ എന്തൊക്കെയാണ് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആൻഷ്യൻ ടൈപ്പ് ഡാമാണ്. അത് പ്രിഫർ ചെയ്യുന്നത് എന്താണ്? ലോക്കലി അവൈലബിൾ സോയിൽ ഈസ് യൂസ്ഡ്. പിന്നെ വരുന്നത് ലോ ഇനീഷ്യൽ കോസ്റ്റ്. പിന്നെ ഓർത്ത് വെക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയർ സ്ട്രെങ്ത് ഓഫ് സോയിൽ along with self weight resist water pressure. അപ്പം അത്രയും കാര്യങ്ങളാണ് നമ്മൾ എർത്തൻ ഡാമിൽ ഓർത്ത് വെക്കേണ്ടത്. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഇനീഷ്യൽ കോസ്റ്റ് ആണ്. അതുപോലെ തന്നെ ലോക്കലി അവൈലബിൾ ഓഫ് സോയിൽ ഈസ് യൂസ്ഡ് ആണ് അല്ലേ. ഡിസഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിലോ ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ ഓവർഫ്ലോ ഡാം അല്ലേ. അത് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ്. അതുപോലെ തന്നെ ഒരു സഡൻ ഫെയിലിയർ ആയിരിക്കും അല്ലേ. നമുക്ക് കറക്റ്റ് വാർണിംഗ് ഒന്നും ഇല്ലാതെ ഒരു സഡൻ ഫെയിലിയർ ആയിരിക്കും ഈ ഒരു എംപാക്ക്മെന്റ് ഡാമിന് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നതാണ് കാനോട്ട് ബിൽഡ് ഓൺ ദ സ്റ്റീപ്പ് സ്ലോപ്ഡ് ഏരിയ. സ്റ്റീപ്പ് സ്ലോപ്ഡ് ഏരിയയിൽ നമുക്കത് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് കറക്റ്റ് വാർണിംഗ് ഒന്നും ഇല്ലാതെ സഡൻ ഫെയിലിയർ വരുന്നതാണ് അല്ലേ. അപ്പം അതിനൊക്കെ കണക്ട് ചെയ്തിട്ട് ഓർത്ത് വെക്കുക. അപ്പം ഇതിന്റെ ഒരു എംപാക്ക്മെന്റ് ഡാമിന്റെ ഡിസഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ എന്താണ് വരുന്നത്? ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നതാണ് സഡൻ ഫെയിലിയർ വിത്തൗട്ട് പ്രയർ വാർണിംഗ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ എന്താണ് കാനോട്ട് ബിൽഡ് ഓൺ സ്റ്റീപ്പ് സ്ലോപ്ഡ് ഏരിയ അല്ലേ. കാനോട്ട് ബിൽഡ് ഓൺ സ്റ്റീപ്പ് സ്ലോപ്ഡ് ഏരിയ എന്നുള്ളതും ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഗ്രാവിറ്റി ഡാമിൻ്റെത് പറഞ്ഞു, അതുപോലെ തന്നെ എംപാക്ക്മെന്റ് ഡാമിൻ്റെത് പറഞ്ഞു അല്ലേ. പിന്നെ ആർച്ച് ഡാം ഒന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, നമുക്കത് കറക്റ്റ് സിലബസിൽ എടുത്ത് പറയുന്നില്ല അല്ലേ. നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതാണ് കോമ്പോണൻസ് ഓഫ് എ ഗ്രാവിറ്റി ഡാം. അത് ജസ്റ്റ് ഞാൻ 2-3 പറയുന്നേ ഉള്ളൂ, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. കോമ്പോണൻസ് ഓഫ് ഗ്രാവിറ്റി ഡാമിൽ ഫസ്റ്റ് വണ്ണ് വരുന്നതാണ് ഹീൽ അല്ലേ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഹീല്, ടോൺ ഒക്കെ. അപ്പം ഹീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മൾ ഒരു ഗ്രാവിറ്റി ഡാമിൻ്റെ പിക്ചർ വരയ്ക്കുകയാണെങ്കിൽ ഇതേ രീതിയിലായിരിക്കില്ലേ ഡാമിൻ്റെത് ഉണ്ടാവുക. ഡാമിൽ ഇവിടെ ഇതേ രീതിയിലൊരു പോർഷൻ ഉണ്ടാവും. ഇവിടെ നമുക്ക് മാക്സിമം വാട്ടർ ലെവൽ ഉണ്ടാവും. ഇവിടെ അപ്സ്ട്രീം സൈഡാണ്, ഡൗൺ സ്ട്രീം സൈഡാണ്.
ഇവിടെയാണ് അല്ലേ ഹീല് വരുന്നത്, ഇവിടെയാണ് ഹീല് വരുന്നത്, ഇവിടെയാണ് ടോ വരുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ ഇവിടെ നമുക്ക് ഡ്രെയിനേജ് ഗാലറി ഉണ്ട്, അതാണ് നമ്മൾ സിലബസിലെടുത്ത ഡ്രെയിനേജ് ഗാലറി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് ഡ്രെയിനേജ് ഗാലറി വരുന്നത്, ഡ്രെയിനേജ് ഗാലറി. ഇത് സ്റ്റെയിനർ ഫേസ് ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ഹീൽ ടോ എന്നൊക്കെ നോക്കിയാലോ. ഹീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജംഗ്ഷൻ ഓഫ് ദ അപ്സ്ട്രീം ഫേസ് ഓഫ് എ ഗ്രാവിറ്റി ഡാം വിത്ത് ഫൗണ്ടേഷൻ സർഫസ് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ ഹീൽ എന്ന് പറയുന്നത്. ഹീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ജംഗ്ഷൻ ഓഫ് ദ അപ്സ്ട്രീം ഫേസ് ഓഫ് എ ഗ്രാവിറ്റി ഡാം വിത്ത് ഫൗണ്ടേഷൻ സർഫസിനെയാണ് നമ്മൾ ഹീൽ എന്ന് പറയുന്നത്. ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജംഗ്ഷൻ ഓഫ് ദ ഡൗൺ സ്ട്രീം സൈഡ് ഓഫ് ദ ഡാം വിത്ത് നാച്ചുറൽ ഗ്രൗണ്ട് സർഫസ് അല്ലേ. അത് കണ്ടു കഴിഞ്ഞാൽ അറിയാം, നാച്ചുറൽ ഗ്രൗണ്ട് സർഫസുമായിട്ടുള്ള ആ ഒരു ജംഗ്ഷൻ അല്ലേ, അതിനെയാണ് നമ്മൾ ടോ എന്ന് പറയുന്നത്. എന്താണ് ഹീൽ, എന്താണ് ടോ എന്ന് എഴുതാം. ഹീൽ പറഞ്ഞാൽ എന്താണ്, ഹീൽ ഈസ് ദ ജംഗ്ഷൻ ഓഫ് ദ അപ്സ്ട്രീം ഫേസ് ഓഫ് എ ഗ്രാവിറ്റി ഡാം വിത്ത് ഫൗണ്ടേഷൻ സർഫസ് അല്ലേ. ഡാം വിത്ത് ഫൗണ്ടേഷൻ സർഫസ്, ഇതിനെയാണ് നമ്മൾ ഹീൽ എന്ന് പറയുന്നത്. പിന്നെ ടോ എന്ന് പറഞ്ഞാലോ, ടോ എന്ന് പറഞ്ഞാൽ എന്താണ്, ടോ ഈസ് ദ ജംഗ്ഷൻ ഓഫ് ദ ഡൗൺ സ്ട്രീം ഫേസ് ഓഫ് ഡാം വിത്ത് നാച്ചുറൽ ഗ്രൗണ്ട് സർഫസ് അല്ലേ. അതിനെയാണ് നമ്മൾ ടോ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നോക്കാനുള്ള ഒരു വേർഡാണ് സ്പിൽവേ അല്ലേ. സ്പിൽവേൻ്റെ നമുക്ക് കുറേ കാര്യങ്ങൾ സ്പിൽവേൻ്റെ പഠിക്കാനുണ്ട്, പക്ഷെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നാണ് ജസ്റ്റ് നമ്മൾ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത് അല്ലേ. സ്പിൽവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ എന്ന് മാത്രമാണല്ലോ നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് സ്പിൽവേ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. നിങ്ങൾക്ക് സ്പിൽവേനെ കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നല്ലതാണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുമ്പോൾ നല്ലതാണ്. പറ്റുകയാണെങ്കിൽ നോക്കുക, അല്ലെങ്കിൽ ഈ ഒരു കാര്യമെങ്കിലും അറിഞ്ഞിരിക്കുക. എന്താണ് സ്പിൽവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്പിൽവേ എന്ന് പറഞ്ഞാൽ ഒരു സേഫ്റ്റി വാൽവാണ് അല്ലേ. സേഫ്റ്റി വാൽവ് ഓഫ് ദ ഡാമിനെയാണ് നമ്മൾ സ്പിൽവേ എന്ന് പറയുന്നത്. എന്താണ്, സ്ട്രക്ചർ ഓവർ വിച്ച് ഫ്ലഡ് ഫ്ലോസ് ആർ ഡിസ്ചാർജ്ഡ് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ സ്പിൽവേ എന്ന് പറയുന്നത്. അപ്പം സ്പിൽവേ എന്താണ്, സ്പിൽവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റി വാൽവ് ഓഫ് ദ ഡാം ആണ്, അല്ലെങ്കിൽ ദ സ്ട്രക്ചർ പ്രൊവൈഡഡ് ടു ഡിസ്പോസ് ദ സർപ്ലസ് വാട്ടർ ഫ്രം അപ്സ്ട്രീം ടു ഡൗൺ സ്ട്രീം ഓഫ് ദ ഡാം അല്ലേ. അതിനെയാണ് നമ്മൾ സ്പിൽവേ എന്ന് പറയുന്നത്. അതിൻ്റെ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊന്നും പറയുന്നില്ല. എന്താണ് സ്പിൽവേ എന്ന് നമുക്ക് നോട്ടാക്കിയിട്ട് എഴുതാം. സ്പിൽവേ എന്താണ്, സ്ട്രക്ചർ provided to dispose the surplus water from upstream side to downstream side of dam അല്ലേ. അതിനെയാണ് നമ്മൾ സ്പിൽവേ എന്ന് പറയുന്നത്. സേഫ്റ്റി വാൽവ് ഓഫ് ദ ഡാം എന്നൊക്കെ പറയും, അതും കൂടെ മനസ്സിലാക്കി വെക്കുക. പിന്നെ അതിൻ്റെ ടൈപ്പ് ഓഫ് സ്പിൽവേസ് ഒക്കെ പറയുന്നുണ്ട്. ഓഗി സ്പിൽവേ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പം അതൊന്നും പറയുന്നില്ല. അപ്പം നമ്മൾ ഇവിടെ സ്പിൽവേ എന്താണെന്ന് പറഞ്ഞു, ഹീൽ എന്താണെന്ന് പറഞ്ഞു, ടോ എന്താണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് ഡ്രെയിനേജ് ഗാലറി അല്ലേ. ഡ്രെയിനേജ് ഗാലറി എന്താണ്, ഡ്രെയിനേജ് ഗാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിംഗ് ലിഫ്റ്റ് ഇൻസൈഡ് ദ ഡാം അല്ലേ. അതിനെയാണ് നമ്മൾ ഡ്രെയിനേജ് ഗാലറി എന്ന് പറയുന്നത്. നമ്മൾ പിക്ചർ വരച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ഡ്രെയിനേജ് ഗാലറി എന്താണെന്നുള്ളത്. അപ്പം അത് തന്നെയാണ് ഓപ്പണിംഗ് ലിഫ്റ്റ് ഇൻസൈഡ് ദ ഡാമിനെയാണ് നമ്മൾ
ഡ്രെയിനേജ് ഗാലറി എന്ന് പറയുന്നത് ഇതെങ്ങനെയായിരിക്കും, ലോഞ്ചിറ്റ്യൂഡിനൽ ഓർ ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. ലോഞ്ചിറ്റ്യൂഡിനൽ ഓർ ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ എന്നുള്ളത് ഓർക്കുക. എന്താണ്? പ്രൊവൈഡ് ഡ്രെയിനേജ് അല്ലേ, ആ ഒരു പേര് തന്നെ ഉണ്ട്. പ്രൊവൈഡ് ഡ്രെയിനേജ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ ഗ്രാവിറ്റി ഡാം പറഞ്ഞില്ലേ, ആ ഒരു ഗ്രാവിറ്റി ഡാമിൽ വരുന്ന ഫോഴ്സസ് അല്ലേ, ഫോഴ്സസ് ഞാൻ ഒന്ന് ജസ്റ്റ് പറയാം. അതിൻ്റെ കൂടെ തന്നെ ജസ്റ്റ് ഒന്ന് പറയാം. ഫോഴ്സസ് ആക്ടിങ് ഓൺ ഗ്രാവിറ്റി ഡാമിൽ വരുന്നതാണ് വാട്ടർ പ്രഷർ അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു വാട്ടറിൻ്റെ പ്രഷർ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അപ്ലിഫ്റ്റ് പ്രഷർ അല്ലെ, വാട്ടർ പ്രഷർ ആണ് നമ്മൾ ഈ ഒരു ഗ്രാവിറ്റി ഡാമിൽ മേജർ എക്സ്റ്റേണൽ ഫോഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യുക. അപ്ലിഫ്റ്റ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് മേജർ ഫോഴ്സ് ആണ്. പിന്നെ സിൽട്ട് പ്രഷർ ഉണ്ട്, എർത്ത് കേക്ക് പ്രഷർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ വിൻഡ് പ്രഷർ, സൾഫേറ്റ് ഓഫ് ദ ഡാം ഉണ്ടാവും അല്ലേ. അപ്പം അതും കൂടെ ഓർത്ത് വെക്കുക. സൾഫേറ്റ് ഓഫ് ദ ഡാം ആണ് മേജർ റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ, നോട്ട് എഴുതുന്നില്ല. നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നോക്കാനുള്ളതാണ് മോഡ്സ് ഓഫ് ഫെയിലിയർ ഓഫ് ഡാം അല്ലേ. ഡാമിൻ്റെ ഫെയിലിയർ ഉണ്ടാവുന്നതിൻ്റെ മോഡ്സ് ഏതൊക്കെയാണ്? മോഡ്സ് ഓഫ് ഫെയിലിയർ ഓഫ് ഡാമിൽ വരുന്നത് ഓവർ ടേണിംഗ് ഫെയിലിയർ, അതുപോലെ തന്നെ സ്ലൈഡിങ് ഓർ ഷിയർ ഫെയിലിയർ, കംപ്രഷൻ ഫെയിലിയർ, അതുപോലെ തന്നെ ടെൻഷൻ ഫെയിലിയർ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാനൊന്ന് പറയാം. ഓവർ ടേണിംഗ് ഫെയിലിയർ ആണെങ്കിൽ അതിൽ FOS വരുന്നത് റെസിസ്റ്റീവ് മൊമെന്റ് ഡിവൈഡഡ് ബൈ ഓവർ ടേണിംഗ് മൊമെന്റ് ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിലാണ് ഓവർ ടേണിംഗ് ഫെയിലിയർ എന്ന് പറയുക. പിന്നെ അതുപോലെ തന്നെ സ്ലൈഡിങ് ഫെയിലിയർ ഓർ ഷിയർ ഫെയിലിയർ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാം. സ്ലൈഡിങ് ഓർ ഷിയർ ഫെയിലിയർ. എന്താണ് സ്ലൈഡിങ് ഓർ ഷിയർ ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ occurs when the net horizontal force about any plane in the dam at the base of the dam exceeds the frictional resistance ആണെങ്കിൽ അവിടെയാണ് നമ്മൾ ഷിയർ ഫെയിലിയർ എന്ന് പറയുന്നത്. എന്താണ് ഷിയർ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ? ഷിയർ ഫെയിലിയർ occurs when the net horizontal force about any plane in dam at the base of dam exceed frictional resistance എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇതാണ് സ്ലൈഡിങ് ഓർ ഷിയർ ഫെയിലിയർ എന്ന് പറയുന്നത്. പിന്നെ അവിടെ നമ്മൾ ലോവർ ഡാമും ഹയർ ഡാമും എന്നുള്ളൊരു ടേമും കൂടെ നോക്കുക. ലോവർ ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ഷിയർ റെസിസ്റ്റൻസ് ഓഫ് ദ ജോയിന്റ് കൺസിഡേർഡ് എന്നുള്ളതും, ഹൈ ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയർ സ്ട്രെങ്ത് ഓഫ് ജോയിന്റ് കൺസിഡേർഡ് എന്നുള്ളതും ഓർത്ത് വെക്കുക. ലോവർ ഡാമും പിന്നെ അതുപോലെ തന്നെ ഹൈ ഡാമും. ലോവർ ഡാമിൻ്റെ കേസിൽ no shear strength of joint considered. ഹൈ ഡാം ആണെങ്കിൽ shear strength of joint considered. അതാണ് ഇവിടെ ഓർക്കേണ്ടത്. ലോവർ ഡാം പറഞ്ഞു, അതുപോലെ തന്നെ ഹൈ ഡാമും പറഞ്ഞു അല്ലേ. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡൈവേർഷൻ ഹെഡ് വർക്കിൻ്റെത് പറഞ്ഞു, അതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡാം ആയിരുന്നു അല്ലേ പറഞ്ഞിട്ടുള്ളത്. ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ആർട്ടിഫിഷ്യൽ ലേക്ക് ആണ് അല്ലേ. ഡാം ഈസ് ദ
fairly impervious barrier constructed across the river to create an artificial lake എന്നുള്ളത് ഓർത്ത് വെക്കാം. പിന്നെ നമ്മൾ ടൈപ്പ് ഓഫ് ദ ഡാമിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ബേസ്ഡ് ഓൺ റിജിഡിറ്റിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? റിജിഡ് ഡാമും നോൺ റിജിഡ് ഡാമും ആണ്. റിജിഡ് ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ്ഡ് അപ്പ് ഓഫ് ദ റിജിഡ് മെറ്റീരിയൽ ആണ്, ലൈക്ക് കോൺക്രീറ്റ്, മേസൺറി അല്ലേ. പിന്നെ നോൺ റിജിഡ് ഡാം ആണെങ്കിൽ നോൺ റിജിഡ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ്. എർത്ത് ഫിൽ ഡാം, റോക്ക് ഫിൽ ഡാമിനൊക്കെയാണ് അല്ലേ നമ്മൾ നോൺ റിജിഡ് ഡാം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന്റെ ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്തിട്ട് ഗ്രാവിറ്റി ഡാം ആണ് അല്ലെ. ഗ്രാവിറ്റി ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെൽഫ് വെയിറ്റ് ഓഫ് ദ ഡാം എന്നുള്ള ടേം ആണല്ലേ ഓർത്ത് വെക്കേണ്ടത്. ഗ്രാവിറ്റി ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ വിച്ച് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ ഡാം അഗെയിൻസ്റ്റ് ദ എക്സ്റ്റേണൽ ഫോഴ്സസ് ഈസ് അച്ചീവ്ഡ് ബൈ ദ സെൽഫ് വെയിറ്റ് ഓഫ് ദ ഡാം ആണെങ്കിൽ അതിനാണ് നമ്മൾ ഗ്രാവിറ്റി ഡാം എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ കോൺക്രീറ്റ് ഡാം, മേസൺറി ഡാം ഒക്കെ പറയാൻ പറ്റുന്നതാണ് അല്ലേ. പിന്നെ അതിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഡ്വാൻറ്റേജസിൽ ലീസ്റ്റ് മെയിൻ്റനൻസ് എന്നും അതുപോലെ തന്നെ ഫെയിലിയർ നോട്ട് സഡൻ എന്നുള്ളതൊക്കെ ഓർത്ത് വെക്കുക. ഡിസ്അഡ്വാൻറ്റേജസ് ആണെങ്കിൽ സ്കിൽഡ് ലേബർ റിക്വയർഡെന്നും ഇനീഷ്യൽ കോസ്റ്റ് ഹൈ ആണെന്നുള്ളതൊക്കെ ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ എർത്തൻ ഡാം ഓർ എംപാക്ട്മെന്റ് ഡാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? shear strength of the soil along with the self weight resisting water pressure അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ എംപാക്ട്മെന്റ് ഡാം എന്ന് പറയുന്നത്. അതിന്റെ അഡ്വാൻറ്റേജസ് ലോ ഇനീഷ്യൽ കോസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിസ്അഡ്വാൻറ്റേജസ് ആണെങ്കിൽ സഡൻ ഫെയിലിയർ എന്നുള്ളത് ഓർത്ത് വെക്കുക. കനോട്ട് ബിൽഡ് ഓൺ ദ സ്റ്റീപ്പ് സ്ലോപ്ഡ് ഏരിയ എന്നുള്ളതും ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? പിന്നെ നമ്മൾ നെക്സ്റ്റ് നമ്മൾ കോമ്പോണൻസ് ഓഫ് ദ ഗ്രാവിറ്റി ഡാം അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? ഹീല്, ടോ, സ്പിൽവേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജംഗ്ഷൻ ഓഫ് ദ അപ്സ്ട്രീം ഫേസ് ഓഫ് ദ ഗ്രാവിറ്റി ഡാം വിത്ത് ഫൗണ്ടേഷൻ സർഫസ് ആണെങ്കിൽ നമ്മൾ അതിനെ ഹീൽ എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ ടോ എന്താണ്? ജംഗ്ഷൻ ഓഫ് ദ ഡൗൺ സ്ട്രീം ഫേസ് ഓഫ് ദ ഡാം വിത്ത് നാച്ചുറൽ ഗ്രൗണ്ട് സർഫസിനെ നമ്മൾ ടോ എന്ന് പറയും. പിന്നെ നമ്മൾ സ്പിൽവേ ആണല്ലേ നോക്കിയിട്ടുണ്ടായിരുന്നത്. സ്പിൽവേ എന്താണ്? സ്ട്രക്ചർ പ്രൊവൈഡഡ് ടു ഡിസ്പോസ് ദ സർപ്ലസ് വാട്ടർ ഫ്രം അപ്സ്ട്രീം സൈഡ് ടു ഡൗൺ സ്ട്രീം സൈഡ് ഓഫ് ദ ഡാം ആണെങ്കിൽ അത് നമ്മൾ സ്പിൽവേ എന്ന് പറയും. സേഫ്റ്റി വാൽവ് ഓഫ് ദ ഡാം എന്നൊക്കെ നമുക്ക് സ്പിൽവേനെ പറയാൻ പറ്റും അല്ലേ. ടൈപ്പ് ഓഫ് സ്പിൽവേസ് ഒക്കെ ഉണ്ട്, പറ്റുകയാണെങ്കിൽ അതും കൂടെ നോക്കുക. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡ്രെയിനേജ് ഗാലറി അല്ലേ. നമ്മൾ നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡ്രെയിനേജ് ഗാലറി ആണ്. ഡ്രെയിനേജ് ഗാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്പണിംഗ് ലിഫ്റ്റ് ഇൻസൈഡ് ദ ഡാം ആണ് ഡ്രെയിനേജ് ഗാലറി എന്ന് പറയുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ ഓർ ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ ആണ് പ്രൊവൈഡ് ഡ്രെയിനേജ് എന്നുള്ളതൊക്കെ ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ അത്രയും കാര്യങ്ങളായിരുന്നു അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ഗ്രാവിറ്റി ഡാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഏതൊക്കെയാണ്? വാട്ടർ പ്രഷർ, അതുപോലെ തന്നെ അപ്ലിഫ്റ്റ് പ്രഷർ, സിൽറ്റ് പ്രഷർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മോഡ്സ് ഓഫ് ഫെയിലിയർ ഓഫ് ഡാം പറഞ്ഞു അല്ലേ. ഓവർ ടേണിംഗ് ഫെയിലിയർ, സ്ലൈഡിങ് ഓർ ഷിയർ ഫെയിലിയർ, പിന്നെ കംപ്രഷൻ ഓർ ക്രഷിംഗ് ഫെയിലിയർ ഉണ്ട്, ടെൻഷൻ ഫെയിലിയർ ഉണ്ട് എന്നുള്ളതൊക്കെ ഓർത്ത് വെക്കുക. ഷിയർ ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കസ് when the net horizontal force about any plane in the dam at the base of the dam exceeds the frictional resistance ആണെങ്കിലാണ് ഷിയർ ഫെയിലിയർ ഒക്കർ ചെയ്യുക എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇറിഗേഷൻ മൊഡ്യൂൾ 7 ഇറിഗേഷൻ എന്നുള്ള ഏരിയ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ തന്നെ ഹൈഡ്രോളജി ഉണ്ട് അല്ലേ. അപ്പം ഹൈഡ്രോളജിൻ്റെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മൾ എല്ലാ കാര്യത്തിൻ്റെതും റിവിഷൻ സീരീസ് ആണ്, അതിനെ ഷോർട്ട് ആക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഇത്ര സിമ്പിളായിട്ട് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് ചിന്തിക്കരുത്. നിങ്ങളുടെ ഓൾറെഡി നോട്ട് ഉണ്ടെങ്കിൽ ആ നോട്ട് വെച്ചിട്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. എന്നിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ഈ ഒരു ഏരിയ ഒക്കെ പഠിച്ച് കവർ ചെയ്ത് കഴിഞ്ഞതാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് നമ്മുടെ സിലബസ് നോക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിനെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളായിട്ടുള്ളൊരു മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് അതിനെ കണക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഓരോരുത്തർക്കും ഓരോ പഠിക്കുന്ന രീതികൾ വ്യത്യാസമുണ്ടാവും. പിന്നെ നമ്മൾ എല്ലാവരും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഇറിഗേഷനിലുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ ഏരിയാസും നമ്മുടെ മൊഡ്യൂൾസ് 7 വരെയാണ് നമ്മളിപ്പം ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞതാണെങ്കിൽ അതിൽ ഓരോന്നിലെയും ഏരിയാസ് കംപ്ലീറ്റ് കറക്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഏരിയാസ് കിട്ടുന്നില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ പഠിച്ചെടുക്കാനുള്ള ടൈം കിട്ടും അല്ലേ. അപ്പം എല്ലാവർക്കും ഈ ഒരു സെക്ഷൻ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം മാക്സിമം നിങ്ങളെ എഫോർട്ടും കൂടെ വേണം. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു തിയറി ക്ലാസ് കേട്ട് മാത്രം പോയാൽ പോരാ. ക്ലാസ് കേട്ട് നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റണം അല്ലേ. നിങ്ങൾ ആ ഒരു റാങ്ക് മേക്കിംഗ് പോയിന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് ഓരോ പോയിന്റ്സും പഠിക്കാൻ പറ്റട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.